എന്താ ചന്ദ്ര നിന്റെ അഭിപ്രായം? ഇനിയും വൈകിപ്പിക്കണോ? മഹി ചന്ദ്രനോട് ചോദിച്ചു. വൈകിട്ട് അച്ചുവിന്റെയും ജനിയുടെയും കാര്യത്തിൽ തീരുമാനം വന്നതാണ് അവരെല്ലാം. പെട്ടെന്ന് നടത്താം മഹി, ദേ ഇവര് വന്നു കയറിയ കോലം കണ്ടതല്ലേ. അച്ചുവിനെയും ജനിയെയും നോക്കി ചന്ദ്രൻ പറഞ്ഞു. രണ്ടുപേരും ചമ്മി തലതാഴ്ത്തി. ശരിയാണ്, ഇനിയും നീട്ടിയാൽ ചിലപ്പോൾ ഇവരുടെ കെട്ടിന് മുമ്പ് നിങ്ങളെ മുത്തശ്ശി വിളിക്കാൻ ആളിഞ്ഞെത്തും. കിട്ടിയ അവസരത്തിൽ മനു അവർക്കിട്ട് കൊട്ടാൻ മറന്നില്ല. പന്നേട്ടാ. അച്ചുവും ജനിയും ഒരുമിച്ച് അവനെ വിളിച്ചു. ഒരു സുഖം. വിളിച്ചുകൊണ്ട് മനു അവരോട് പറഞ്ഞു. ഞങ്ങളോട് അഭിപ്രായം ചോദിക്കുന്നില്ലേ? അച്ചു അവരോട് ചോദിച്ചു. നിങ്ങളോട് ചോദിച്ചിടത്തോളം മതിയായി. സീത അച്ചുവിനെ നോക്കി പറഞ്ഞപ്പോ അച്ചു ചമ്മിപ്പോയി. എന്നാ പിന്നെ തീരുമാനിക്കാം അല്ലേ? തീരുമാനിക്കാം. കല്യാണവും നിശ്ചയവും എല്ലാം ഒരു ദിവസം തന്നെ നടത്താം അച്ഛേ. താലികെട്ട് കഴിഞ്ഞതിന് ശേഷം മോതിരം മാറാം. മനു അവന്റെ അഭിപ്രായം ആദ്യം പറഞ്ഞു. അതെന്താടാ, നിശ്ചയം ആദ്യം നടത്താം. ചന്ദ്രൻ മനുവിനെ നോക്കി പറഞ്ഞു. ആ, നിങ്ങൾ പഠിക്കില്ല എന്റെ അച്ഛാ. ഇപ്പൊ തന്നെ ഇവര് കൈവിട്ട കളിയാണ്. ഇനി നിശ്ചയം ആദ്യം നടത്തിയിട്ട് പിന്നെ ഇവരുടെ പ്രസവം കഴിഞ്ഞ് കല്യാണം നടത്തേണ്ടി വരും. അച്ചുവിനെയും ജനിയെയും ചൂണ്ടി മനു പറഞ്ഞപ്പോ എല്ലാവരും ചിരിച്ചു. എടി ചേച്ചി, നീ വിധവ ആവണ്ടേ, ഇതിനെ ഇവിടെ നിന്ന് എടുത്തോ. മനുവിനെ നോക്കിക്കൊണ്ട് ജാനിയോട് ജെനി പറഞ്ഞു. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഏട്ടനാണെന്ന് ഞാൻ നോക്കൂല. അച്ചുവും മനുവിനോട് പറഞ്ഞു. നിനക്ക് എന്താ മനു? ചന്ദ്ര അവനോട് ഗൗരവത്തോടെ ചോദിച്ചു. ചുമ്മാതെ അച്ഛേ, കല്യാണത്തിന് മുമ്പ് ഞാൻ ജാനിയുടെ അടുത്ത് ഒന്ന് സംസാരിക്കാൻ ചെല്ലുമ്പോൾ രണ്ടും കൂടെ എന്നെ കളിയാക്കിയിരുന്നു. ഇപ്പൊ ഇവര് മാലുമുറിഞ്ഞ് നിൽക്കുന്നതാണ് നല്ല രസമില്ലേ? വിളിച്ചുകൊണ്ട് മനു പറഞ്ഞു. സംസാരിക്കാനോ? ഈശ്വരാ, ഒരു നിമിഷം ഞാൻ വൈകിരുന്നെങ്കിൽ അവിടെ ഫ്രഞ്ച് ഒപ്ല നടന്നേനെ. കറക്റ്റ് സമയത്ത് നീ വന്നതുകൊണ്ട് നടന്നില്ലല്ലോ. നീ എന്റെ കാര്യം വിട്. ദേ ഈ നിൽക്കുന്നതിന്റെ ചെക്കൻ വീട്ടിൽ ഷർട്ട് പോലും ഇടാതെ നടക്കുന്ന ചെക്കനാ. നീ അവന്റെ കഴുത്തിലും നെഞ്ചിലും ഒക്കെ സീല് ചെയ്തോണ്ട് ഇപ്പൊ ഏത് നേരവും ഷർട്ട് ഇട്ടാണ് നടക്കുന്നത്. ഒരിത്തിരി ഉളുപ്പ്. ഇതെന്റെ പ്രോപ്പർട്ടിയാണ്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. മനു ദേഷ്യത്തോടെ ചന്ദ്രാവനെ വിളിച്ചു. അപ്പോഴാണ് ജനിയും മനും അവരുടെ പോര് അവസാനിപ്പിക്കുന്നത്. എന്തൊക്കെയാ പിള്ളേരെ പരിസരബോധം ഇല്ലാതെ വിളിച്ചു പറയുന്നത്? നല്ലത് കിട്ടും രണ്ടിനും. മഹി അവരോട് പറഞ്ഞു. ഞാനല്ലല്ലോ, ഏട്ടനല്ലേ? നിഷ്കു ലുക്കിട്ട് ജെനി പറഞ്ഞു. ആ, ഇനി എന്റെ നെഞ്ചത്തോട്ട് ഇടും. ഏട്ടനല്ലേ തുടങ്ങിയത്? എനിക്കിത് തന്നെ കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് എന്തിന്റെ കേടായിരുന്നു? മനു സങ്കടം നടിച്ചുകൊണ്ട് പറഞ്ഞു. ഈ പിള്ളേരുടെ കാര്യം പോത്തുപോലെയായി. സീതയും വസും തലയെ കൈവച്ച് പോയി. അമ്മ, കഴിക്കാൻ എന്താ? വിശപ്പിന്റെ അസ്ഥിത കൂടുതലുള്ളത് കൊണ്ട് ജെനി പെട്ടെന്ന് ചോദിച്ചു. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇല്ലേ? എനിക്ക് വിശക്കുന്നു അമ്മ. ഉണ്ടാക്കി തരാൻ കൊച്ചേ, മോങ്ങാതെ. വേണ്ട, ഞാൻ ഉണ്ടാക്കാം, നിങ്ങൾ സംസാരിച്ചോ. ജെനി അവരോട് പറഞ്ഞ് കിച്ചണിലേക്ക് നടന്നു. നീ ഉണ്ടാക്കിയത് കഴിക്കാൻ കൊള്ളാമോ? ഏട്ടൻ കഴിക്കണ്ട. മനുവിനെ പുച്ഛിച്ചുകൊണ്ട് ജെനി അടുക്കളയിൽ കയറി. അവൾ മൊത്തം ഒന്ന് കണ്ണോടിച്ചു. മുമ്പ് അവളും അവളുടെ കൂട്ടുകാരും ഉണ്ടാക്കി ഫ്രൈഡ് റൈസിന്റെ അരി ബാക്കിയിരിക്കുന്നത് അവൾ കണ്ടു. അവൾ അതെടുത്തു. ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോ ഫ്രീസറിൽ ചിക്കൻ കണ്ടു. അവൾ അതെടുത്ത് വെള്ളത്തിലും ഇട്ടു. ജെനിയുടെ അടുക്കള രംഗം കാണാൻ വേണ്ടി അവരെല്ലാം വാതിക്കി വന്ന് നിന്നു. മസാല പുരട്ടി വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയായിരുന്നു. ഈശ്വരാ, കൺട്രോള് പോകുന്ന സ്മെല്ല്. വായി നിറഞ്ഞ വെള്ളം ഇറക്കിക്കൊണ്ട് മനു പറഞ്ഞു. അവളുടെ തട്ടുകട സ്റ്റൈലാവും. ജാനി അവനോട് പറഞ്ഞു. കുറച്ചു സമയത്തെ യുദ്ധത്തിന് ശേഷം ജെനി അവളുടെ പാചകം കഴിഞ്ഞ് കിച്ചണിൽ നിന്ന് വന്നു. ജെനി വരുന്നത് കണ്ടപ്പോ അവരെല്ലാം ഹാളിൽ തന്നെ വന്നിരുന്നു. കഴിക്കാം നമുക്ക്? ഹാളിലേക്ക് വന്ന ജെനി ചോദിച്ചു. കഴിക്കാലോ, വാസു അവളോട് പറഞ്ഞു. എല്ലാവരും ഇരുന്നോളൂ, ഞാൻ കൊണ്ടുവരാം. ജെനി കിച്ചണിലേക്ക് പോയപ്പോ എല്ലാവരും കൈ കഴുകിയിരുന്നു. അവൾ കൊണ്ടുവന്ന് വിളമ്പിക്കൊടുത്തു. ഫ്രൈഡ് റൈസും ചിക്കനും വായി വെച്ച് അവരുടെ കണ്ണുകളെല്ലാം വിടർന്നു. അടിപൊളിയായിട്ടുണ്ട് മോളെ, എല്ലാവരും സന്തോഷത്തോടെ അവളോട് പറഞ്ഞു. ജെനി മറുപടിയായി എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. ജെനിയുടെ കണ്ണുകൾ അച്ചുവിൽ തങ്ങി നിന്നു. നിറഞ്ഞ പുഞ്ചിരിയോടെ, അതിലുപരി സന്തോഷത്തോടെ അവനവളെ നോക്കി. അവന് പറയാനുള്ളത് അതിലുണ്ടായിരുന്നു. അവരെല്ലാം ആസ്വദിച്ച് കഴിക്കുന്നത് നിറഞ്ഞ മനസ്സോടെ ജെനി നോക്കി നിന്നു. നിനക്ക് വേണ്ടേ ജെനി? കഴിക്കുന്നില്ലേ? വാ ഇരിക്ക്, അമ്മ വിളമ്പിത്തരാം. വാസു അവളെ വിളിച്ചു. വേണ്ടമ്മ, എന്റെ വയറും മനസ്സും എല്ലാം നിറഞ്ഞു, നിങ്ങൾ കഴിക്ക്. അവരോട് പറഞ്ഞ് ജെനി അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവരിൽ നിന്നും മറച്ചു പിടിച്ച് അവളുടെ മുറിയിലേക്ക് പോയി. ജെനി പോയതും അച്ചുവും പെട്ടെന്ന് എണീറ്റു. കഴിക്കുന്നില്ലേ നീ? അച്ചു എണീറ്റപ്പോ മനുവിനോട് ചോദിച്ചു. മതി, വയറ് നിറഞ്ഞു. അവ എണീറ്റ് കൈ കഴുകി. അച്ചു. മുകളിലേക്ക് പോവാൻ നിന്ന അച്ചുവിനെ സീത വിളിച്ചു. അച്ചു തിരിഞ്ഞു നോക്കിയപ്പോ കണ്ടു പ്ലേറ്റിൽ ഭക്ഷണവുമായി നിൽക്കുന്ന അവന്റെ അമ്മയെ. ഇതും കൊണ്ടുപോ, ഞങ്ങൾക്കറിയാം അവള് കഴിക്കാത്തത് കൊണ്ടാണ് നീയും കഴിക്കാത്തതെന്ന്. ചെല്ലി, രണ്ടുപേർക്കും ഉള്ളതുണ്ട്, നീയും കഴിക്കണം, അവളെയും കഴിപ്പിക്കണം. ചെല്ലി. ചിരിച്ചുകൊണ്ട് സീത പറഞ്ഞപ്പോ പുഞ്ചിരിയോടെ അവനത് വാങ്ങി ജെനിയുടെ മുറിയിലേക്ക് പോയി. എങ്ങനെ നടന്നിരുന്ന പിള്ളേരാ, ഇപ്പൊ നോക്കി. അച്ചു പോയ വഴിയെ നോക്കി സീത പറഞ്ഞു. അവരെ പോലെ അവര് മാത്രമേ ഉള്ളൂ സീതെ. അവരവരെ തന്നെ മറന്ന് പരസ്പരം സ്നേഹിക്കുന്നവരാണ്. അവരുടെ ഭാഷയിൽ പറഞ്ഞ വെറുത്ത് വെറുത്ത് വെറുപ്പിന്റെ അവസാനം സ്നേഹിച്ചവർ. അതിന് മധുരം കൂടും. സീതയോട് ചന്ദ്രൻ പറഞ്ഞു. അത് ശരിവെക്കും പോലെ എല്ലാവരും തലയാട്ടി.
ജാനി മനുവിനെ നോക്കിയപ്പോൾ അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണു ചിമ്മി. ജാനുയുടെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു. അച്ചു ചെല്ലുമ്പോൾ ജെനി അവളുടെ ഗിറ്റാറും പിടിച്ച് ബാൽക്കണിയിലായിരുന്നു. അവൻ ടേബിളിൽ ഭക്ഷണം വെച്ച് അവളുടെ അടുത്തേക്ക് ചെന്നു. എന്താണ് പെണ്ണെ ഫുഡ് കഴിക്കാതെ വന്നിരിക്കുന്നത്? അവളുടെ അടുത്ത് ബീൻ ബാഗിൽ ഇരുന്നു കൊണ്ട് അവൻ ചോദിച്ചു. നിങ്ങളൊക്കെ നിറഞ്ഞ മനസ്സോടെ കഴിക്കുന്ന കണ്ടപ്പോൾ തന്നെ എന്റെ വയറ് നിറഞ്ഞു. അവനെ നോക്കി പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. ആഹാ, അങ്ങനെയാണോ? അതേലോ. അവളും അതേ ടോണിൽ മറുപടി പറഞ്ഞു. അവൻ അവളെ വലിച്ചു. പെട്ടെന്നായതുകൊണ്ട് അവൾ വീഴാൻ പോയെങ്കിലും അവൻ തന്നെ അവളെ പിടിച്ചു. ജെനി അവനെ നോക്കി കണ്ണുരുട്ടി. അവനത് കാര്യമാക്കാതെ അവളെ വലിച്ചവന്റെ മടിയിലേക്ക് ഇരുത്തി. അവളുടെ മുഖം അവന്റെ മുഖത്തിന് നേരെ തിരിച്ചു. ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് മറു കൈകൊണ്ട് അവളുടെ കവളിൽ തലോടിക്കൊണ്ടിരുന്നു. ഗിറ്റാർ കോഫി ടേബിളിൽ വെച്ച് അവന്റെ കഴുത്തിലൂടെ കൈ ചുറ്റി അവനെ നോക്കി അവളും ഇരുന്നു. എന്താ മോനെ ഉദ്ദേശം? അവന്റെ പ്രണയാതുരമായ നോട്ടം കണ്ടപ്പോൾ ജെനി അവനോട് ചോദിച്ചു. തൽക്കാലം മറ്റുദ്ദേശങ്ങളൊന്നുമില്ല. അവളുടെ താടിച്ചുഴി വിരലോടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഇക്കിളി എടുത്തപ്പോൾ ജെനി ഒന്ന് കുതറി. പിടിവിടാതെ അവളെ കൂടുതൽ അടുപ്പിച്ച് അവൻ ഇരുത്തി. പിന്നെ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് നോക്കാൻ പാടില്ലേ? നോക്കിക്കോ. ആ, അങ്ങനെ പറ. അപ്പോഴേ എനിക്കൊരു പാട്ട് കേൾക്കണം. ഇപ്പോഴോ? അല്ല, 10 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പോഴേക്കും ശബ്ദമൊക്കെ മാറും, പ്രായാവില്ലേ? കുസൃതിയോടെ അവൾ അവനോട് പറഞ്ഞു. കളിക്കാതെ പാട് പെണ്ണേ. അവളുടെ കവളി ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ജെനി ചിരിയോടെ അവന്റെ മടിയിൽ നിന്ന് എഴുന്നേക്കാൻ തുനിഞ്ഞപ്പോൾ അവൻ അവളെ തടഞ്ഞു. എണീക്കണ്ട, ഇവിടെ ഇരുന്ന് പാടിയാൽ മതി, അവൻ അവളോട് പറഞ്ഞു. ടേബിളിലെ ഗിറ്റാർ കയ്യിലെടുത്തു. അവന്റെ കണ്ണുകളുമായി അവളുടെ കണ്ണുകൾ ഉടക്കി നിന്നപ്പോൾ അവൾ പതിയെ ഗിറ്റാർ മീട്ടിക്കൊണ്ട് പതിയെ പാടി തുടങ്ങി. അച്ചുവിന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൾ പാടിയെ നിർത്തി. രണ്ടുപേരുടെയും കണ്ണുകളിൽ പ്രണയം അലയടിച്ചുകൊണ്ടിരുന്നു. അവൻ അവളുടെ കയ്യിൽ നിന്നും ഗിറ്റാർ മാറ്റിവെച്ച് അവളുടെ മുഖം അവന്റെ കൈകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. നിറഞ്ഞ പ്രണയത്തോടെ തന്നെ ഉറ്റുനോക്കുന്ന മിഴികളിൽ ജെനിയുടെ വെള്ളാരം കണ്ണുകൾ തങ്ങി നിന്നപ്പോൾ അവന്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച അവളുടെ കൈകൾക്ക് മുറുക്കം കൂടി. അവളുടെ മുഖത്തോട് അവന്റെ മുഖം അടുപ്പിച്ച് അവളുടെ ചോര ചുണ്ടുകളെ അവൻ പതിയെ ചുംബിച്ചുകൊണ്ട് അവളുടെ കീഴ്ചുണ്ട് കടിച്ചെടുത്തു. ജെനിയുടെ നഖം അവന്റെ പിൻകഴുത്തി തീർക്കുന്ന പോറലുകൾ കൂടുന്നതിനനുസരിച്ച് ചുംബന തീവ്രത കൂടിക്കൊണ്ടിരുന്നു. ദീർഘനേരത്തെ ചുംബനത്തിന് ശേഷം അതരങ്ങളെ മോചിപ്പിക്കുമ്പോൾ രണ്ടുപേരും നന്നായി കിതച്ചിരുന്നു. ജെനി തളർന്നുകൊണ്ട് അവന്റെ മാറിലേക്ക് ചാഞ്ഞു. വിശക്കുന്നില്ലേ? അവളുടെ നെറുകി ചുണ്ടുകൾ ചേർത്തുകൊണ്ട് അവൻ ചോദിച്ചു. അവന്റെ നെഞ്ചിൽ അവൾ മുഖമുരിച്ചുകൊണ്ട് ഇല്ലെന്ന് തലയാട്ടി. അതെന്താ ഇല്ലാത്തെ? എന്റെ വിശപ്പിപ്പ് മാറ്റി തന്നില്ലേ? അവന്റെ അതരങ്ങളെ പതിയെ ചുംബിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ആണോ? പക്ഷെ കൊണ്ടുവന്ന ഫുഡ് കളയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് കഴിക്കാം. അച്ചു പറഞ്ഞപ്പോ അവൾ അനുസരണയോടെ തലയാട്ടി. അവളെ ബീൻ ബാഗിലിരുത്തി അവൻ മുറിയിലേക്ക് പോയി ഫുഡ് എടുത്തു വന്ന് അവളുടെ മുമ്പിലിരുന്നു. അച്ചു അവൾക്ക് നേരെ ഓരോ ഉരുള നീട്ടുന്നതിനനുസരിച്ച് ജെനിയ അവനുള്ള ഭക്ഷണം അവന്റെ വായിൽ വെച്ചുകൊണ്ടിരുന്നു. പരസ്പരം കൂട്ടി രണ്ടുപേരും അവരുടെ വയറ് നിറച്ചു. അവരെ നോക്കി വന്ന വീട്ടുകാർ ഈ കാഴ്ച കണ്ട് സന്തോഷം കൊണ്ട് നിറഞ്ഞ അവരുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവരെ നോക്കി പുഞ്ചിരിച്ചു. ഇതൊന്നും അറിയാതെ അച്ചുവും ജെനി അവരുടേതായ ലോകത്തായിരുന്നു. ജെനി, നേരത്തെ വന്നേക്കണം കേട്ടോ. ഞാനും ചന്ദ്രനും നിന്റെ അച്ചുവിന്റെ ജാതകം നോക്കാൻ പോകുന്നുണ്ട്. വൈകിട്ട് അവരെല്ലാം വരും. വൈകരുത്, പെട്ടെന്ന് വരണം കേട്ടല്ലോ. കോളേജിലേക്ക് ഒരുങ്ങിയിറങ്ങിയ ജെനിയോട് മഹി പറഞ്ഞു. ആ, വരാം. ജെനി പുറത്തേക്ക് ഇറങ്ങി. ഞാൻ പോയിട്ട് വരാം, ബൈ. അച്ഛയോടും അമ്മയോടും പറഞ്ഞ് അവൾ വണ്ടിയെടുത്ത് അവൾ പോയി. പോകുന്ന വഴി അവളുടെ വാലുകളെയും പൊക്കി. ജെനി, വൈശാഖ് വന്നിട്ടുണ്ട്. കോളേജിലെത്തിയ ജെനിയോട് പാച്ചു പറഞ്ഞു. വരട്ടെ, നിസ്സാരമാക്കണ്ട ജെനി. നീ തല്ലിയതിനുള്ള ദേഷ്യം കാണും അവന്. അറിയാം, പക്ഷെ ഇപ്പൊ സൂക്ഷിക്കേണ്ടത് ഞാനല്ല, നിങ്ങളാണ്. മനസ്സിലായില്ല? 3 പേരും അവളുടെ മുഖത്തേക്ക് നോക്കി. നിങ്ങൾക്ക് വേദനിച്ചാലേ എനിക്ക് നോവെന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെ എന്നോടുള്ള ദേഷ്യം അവൻ തീർക്കുക ചിലപ്പോൾ നിങ്ങളെ ആരോടെങ്കിലും ആവാം. ജെനി, 3 പേരും അവളെ വിളിച്ചു. പേടിക്കണ്ട, ഞാനില്ലേ. ജെനി അവരെ ആശ്വസിപ്പിച്ചു. 4 പേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ക്ലാസ്സിലേക്ക് പോകുമ്പോഴേ അവളുടെ മുന്നിൽ വൈശാഖ് വന്നു നിന്നു. എടി, എന്നെ ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ കിടത്തിയതിന് നീ അനുഭവിക്കും. നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട് ജനനി, കാത്തിരുന്നോ? ദേഷ്യത്തോടെ വൈശാഖ് അവളോട് പറഞ്ഞു. ഒന്ന് പോടാ. ജെനി അവനെ പുച്ഛിച്ച് തള്ളി മാറ്റിക്കൊണ്ട് അവിടെ നിന്നും പോയി. ജെനി പോകുന്നവൻ ദേഷ്യത്തോടെ നോക്കി നിന്നെങ്കിലും അവളുടെ കൂടെ പോകുന്ന അഞ്ജുവിനെ കണ്ടപ്പോൾ അവന്റെ ചുണ്ടിൽ ഗൂഢമായ പുഞ്ചിരി വിരിഞ്ഞു. അഞ്ജു, നീ ഈ ബുക്കൊന്ന് റിട്ടേൺ ചെയ്തിട്ട് വാ, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. ഞാനോ? എന്തേ, നീ പോയ ബുക്ക് റിട്ടേൺ എടുക്കില്ലേ? എടുക്കും, ഞാൻ പോവാം. അഞ്ജു ജെനിയുടെ കയ്യിൽ നിന്നും ബുക്ക് വാങ്ങി ലൈബ്രറിയിലേക്ക് പോയി. ജെനി വാഷ്റൂമിലേക്ക്. ജനനി. വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയ ജെനി ആരോ വിളിക്കുന്ന കേട്ട് തിരിഞ്ഞു നോക്കി. അവളുടെ ക്ലാസ്സിൽ തന്നെ കുട്ടിയായിരുന്നു അത്. എന്താ ഗോപു? ജെനി ചിരിച്ചുകൊണ്ട് ആ കുട്ടിയോട് ചോദിച്ചു. തന്നെ ശിവാനി മാം വിളിക്കുന്നുണ്ട്. ആർട്സ് ഫെസ്റ്റിന്റെ കാര്യം പറയാനാണ് തോന്നുന്നു. സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഗോപു അവളോട് പറഞ്ഞു. ആ, ഞാൻ പോവാം. ജെനി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞപ്പോ ആ കുട്ടി പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തുനിന്ന് പോയി. മാം വിളിച്ചതുകൊണ്ട് ജെനി നേരെ സ്റ്റാഫ് റൂമിലേക്ക് പോയി.
ബുക്ക് റിട്ടേൺ ചെയ്ത ശേഷം അഞ്ജു ഷെൽഫിലൂടെ മറ്റൊരു ബുക്ക് നോക്കി നടക്കുകയായിരുന്നു. പെട്ടെന്ന് അവളുടെ ദേഹത്തേക്ക് എന്തോ വന്ന് ചാഞ്ഞു. അഞ്ജു ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു അവൾക്ക് ഇരുവശത്തും കൈകൾ കുത്തി അവളെ ചൂഴ്ന്നു നോക്കിക്കൊണ്ട് വശ്യമായ ചിരിയോടെ നിൽക്കുന്ന വൈശാഖിനെ. അവന്റെ നിൽപ്പും ഭാവവും കണ്ട് അഞ്ജു നന്നായി പേടിച്ചു. മാറ്, ധൈര്യം സംഭരിച്ച് അവനെ തള്ളി മാറ്റി അഞ്ജു പറഞ്ഞു. അങ്ങനെ മാറാനല്ലല്ലോ ഏഞ്ചലെ ഞാൻ വന്നത്. അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവന്റെ നിശ്വാസം മുഖത്ത് തട്ടിയപ്പോൾ അഞ്ജു അത്യധികം അറപ്പോടെയും വെറുപ്പോടെയും മുഖം തിരിച്ചു. എന്താടി, ഞാനന്ന് അടുത്ത് വന്നപ്പോഴേക്കും നിനക്ക് അവളിലേക്ക് കൂടുതൽ ചാഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചപ്പോൾ അഞ്ജു അവനെ തള്ളി മാറ്റി. തുടരുതന്നെ. അവന് നേരെ വിരൽ ചൂണ്ടി വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അവൾ പറഞ്ഞു. ആഹാ, നീ എന്താ ജനനിക്ക് പഠിക്കുവാണോ? കൊള്ളാലോ, അവളോ എനിക്ക് വേണ്ടി നിന്നു തന്നില്ല, നീയെങ്കിലും സഹകരിക്കടി. കാമം നിറഞ്ഞ കണ്ണുകളോടെ അവളെ ചൂഴ്ന്നു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോ അഞ്ജു അവന്റെ മുഖത്തേക്ക് തുപ്പി. ഡി, അവൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. നീ വിളിക്കുമ്പോ കൂടെ വരാനും കൂടെ കിടക്കാനും ഒരുപാട് പേര് കാണും. എന്നെ എന്റെ ജനിയെ അത് പെടുത്തണ്ട നീ. അവന്റെ നേരെ വിരൽ ചൂണ്ടി അവൾ പറഞ്ഞപ്പോ അവൻ ദേഷ്യത്തോടെ അവളുടെ പിൻകഴുത്തി പിടിച്ച് അവനോട് അടുപ്പിച്ച് അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. അഞ്ജു ആദ്യം ഒന്ന് പകച്ചെങ്കിലും അവനെ തള്ളിമാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവ അവളിലേക്ക് കൂടുതൽ അടുത്ത് നിന്നതല്ലാതെ അവളിൽ നിന്ന് മാറിയില്ല. അഞ്ജുവിന്റെ കൈ തടഞ്ഞ ബുക്കെടുത്ത് അവൾ അവന്റെ തലയിലടിച്ചു. പെട്ടെന്നായതുകൊണ്ട് അവൻ അവളിൽ നിന്ന് പിടിവിട്ടു. അവളുടെ പൊട്ടിയ ചുണ്ട് ചുവന്നു കലങ്ങിയ കണ്ണുകളും കണ്ടപ്പോ അവനെ പുച്ഛത്തോടെയുള്ള ചിരി വിരിഞ്ഞു. മതിയടി, നിന്റെ കൂട്ടുകാരിയോട് പറഞ്ഞേക്ക്, എന്നെ വേദനിപ്പിക്കുന്ന ഓരോ നിമിഷവും അവൾ വേദനിക്കുന്നത് നിന്നിലൂടെ ആവുമെന്ന്. ഇതുപോലെ ഒന്നും ഞാൻ നിർത്തില്ല, നിന്നെ മൊത്തമായി ഞാൻ കീഴടക്കും, പറഞ്ഞേക്ക് അവളോട്. പുച്ഛത്തോടെ വൈശാഖ അവളോട് പറഞ്ഞപ്പോ അഞ്ജുവിന്റെ കൈകൾ അവന്റെ കവളിൽ പതിഞ്ഞു. ദേഷ്യത്തോടെ വീണ്ടും അവളിലേക്ക് എടുത്ത അവനെ അവൾ തള്ളിയിട്ടുകൊണ്ട് ലൈബ്രറിയിൽ നിന്ന് ഓടി. കരഞ്ഞുകൊണ്ട് ഓടി വരുന്ന അഞ്ജുവിനെ കണ്ടപ്പോ പാച്ചു എബിയും പകച്ചു. മോളെ, എന്താടാ അഞ്ജു? എബി അവളെ ചേർത്ത് പിടിച്ച് ചോദിച്ചപ്പോ അഞ്ജു കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അഞ്ജു ഡാ. അവളുടെ തോളിൽ കൈവച്ച് പാച്ചു അവളെ വിളിച്ചു. അവൻ ആ വൈശാഖ്. കരഞ്ഞുകൊണ്ട് അഞ്ജു പറഞ്ഞപ്പോ പാച്ചു എബി മുഖത്തോട് മുഖം നോക്കി. അവൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ? അവളുടെ ഇരു തോളിലും പിടിച്ച് എബി അവളോട് ചോദിച്ചു. അവനെന്നെ. അഞ്ജു കരഞ്ഞുകൊണ്ട് അവരെ നോക്കി. നിന്നെ? പാച്ചു എബി ഒരുപോലെ അവളോട് ചോദിച്ചു. ലൈബ്രറിയിൽ വെച്ച് ഉണ്ടായതെല്ലാം അഞ്ജു അവരോട് പറഞ്ഞു. അഞ്ജു പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ടതും രണ്ടുപേരുടെയും മുഖം വലിഞ്ഞു മുറുകി. അവൻ അടങ്ങിയില്ല അല്ലേ? നിന്നെ ഉപദ്രവിച്ച് അവനെ ഞങ്ങൾ വെറുതെ വിടില്ല, എബി ദേഷ്യത്തോടെ പറഞ്ഞു. എബി, പാച്ചു, ജെനി, അവൾ അറിയരുത്. അവൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നമുക്ക് തന്നെ തീർക്കാം, അവളോട് പറയണ്ട. അഞ്ജു പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് അവർക്കും തോന്നി. ബുക്ക് റിട്ടേൺ ചെയ്തോ അഞ്ജു? അവരുടെ അടുത്തേക്ക് വന്ന് ജെനി ചോദിച്ചു. ആടാ, ചെയ്തു. അവളെ നോക്കാതെ അഞ്ജു പറഞ്ഞു. ആ, നമുക്ക് പോവാം. അച്ഛൻ എന്ന് നേരത്തെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, ജാതകം നോക്കുവാണത്രേ. ജെനി അവരോട് പറഞ്ഞു. പോവാലോ? പുഞ്ചിരിച്ചുകൊണ്ട് എബി അവളോട് പറഞ്ഞു. എന്താ അഞ്ജു നിന്റെ മുഖത്ത്? കണ്ണൊക്കെ എന്താ ഇങ്ങനെ? കരഞ്ഞോ നീ? അഞ്ജുവിന്റെ മുഖം കണ്ട് ജെനി ചോദിച്ചു. അവര് 3 പേരും എന്ത് പറയണെന്നറിയാതെ മുഖത്തോട് മുഖം നോക്കി. ആ, അത് ലൈബ്രറി ഡോറിൽ തട്ടിയതാണ് ജെനി. പെട്ടെന്ന് തട്ടിയത് കൊണ്ട് നന്നായി വേദനിച്ചു. അപ്പൊ കണ്ണിൽ നിന്നും വെള്ളം വന്നതാണ്. മുഖം അമർത്തി തുടച്ച് അഞ്ജു അവളോട് പറഞ്ഞു. ജെനി ഒന്ന് തലയാട്ടി. എന്നാ പോവാം, പാച്ചു അവളോട് ചോദിച്ചു. ജെനി പോക്കറ്റിൽ നിന്ന് വണ്ടിയുടെ കീ എടുത്ത് പാച്ചുവിന്റെ കൈ കൊടുത്തു. പാച്ചു അവളെ സംശയത്തോടെ നോക്കി. നിങ്ങൾ വിട്ടോ, ഞാൻ എത്തിക്കോളാം. പാച്ചുവിന്റെ നോട്ടം കണ്ടപ്പോ ജെനി പറഞ്ഞു. നീ എങ്ങോട്ടാ? അതൊക്കെ പിന്നെ പറയാം, നിങ്ങൾ ചെല്ല്. നമുക്ക് ഒരുമിച്ച് പോവാലോ, എങ്ങോട്ടാണെങ്കിലും. പറയുന്നത് കേക്ക് പാച്ചു, നിങ്ങൾ വീട്ടിലേക്ക് പോ, ഞാൻ വരാം. ജെനിയുടെ ശബ്ദം ഉയർന്നപ്പോ അവർ 3 പേരും അവളെ ഒന്ന് നോക്കിക്കൊണ്ട് വണ്ടിയെടുത്ത് പോയി. അവർ പോയതും ജെനിയുടെ കണ്ണുകൾ വന്യമായി. അഞ്ജു പറഞ്ഞ ഓരോ കാര്യങ്ങളും അവളുടെ ചെവിയിൽ മുഴങ്ങിക്കേട്ടു. ശിവാനി മിസ്സിന്റെ അടുത്ത് നിന്നും ആർട്സിന്റെ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ് അവരുടെ അടുത്ത് വന്നപ്പോഴാണ് അഞ്ജു കരഞ്ഞുകൊണ്ട് വരുന്നത് കണ്ടത്. പാച്ചു എബി അവളോട് കാര്യം ചോദിച്ചപ്പോ കരഞ്ഞുകൊണ്ട് അഞ്ജു പറഞ്ഞ ഓരോ കാര്യങ്ങളും ജെനിയുടെ ഉള്ളിൽ തീ കോരിയിട്ടതുപോലെയായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ വൈശാഖിനെ ജീവനോടെ കത്തിക്കാനാണ് അവൾക്ക് തോന്നിയത്. ജെനി ഒന്നും അറിയരുതെന്ന് അഞ്ജു പറയുന്നത് കേട്ട് കുറച്ച് കഴിഞ്ഞാണ് ജെനി അവരുടെ മുന്നിലേക്ക് വന്നതും ഒന്നും അറിയാത്ത പോലെ സംസാരിച്ചതും. ജെനിയുടെ വണ്ടി കണ്ണിൽ നിന്ന് മറഞ്ഞതും അവൾ ഫോൺ എടുത്ത് സൈലന്റ് മോഡിലാക്കി. കോളേജിന് പുറത്തിറങ്ങി ആദ്യം വന്ന ഓട്ടോയ്ക്ക് കൈ കാണിച്ച് അവൾ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. ആഹാ, ആരത്, പെൺപുലിയോ? ജെനിയെ കണ്ടപാടെ എസ് ഐ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ജെനി പുഞ്ചിരിച്ചുകൊണ്ട് അയാളുടെ മുന്നിലിരുന്നു. കൂട്ടുകാരൊന്നും ഇല്ലേ? പുറത്തേക്ക് കണ്ണ് പായിച്ചുകൊണ്ട് എസ് ഐ ചോദിച്ചു. ഇല്ല, അവരറിയാതെയാണ് ഞാൻ വന്നത്, എനിക്ക് സാറിന്റെ സഹായം വേണം. ജെനി പറയുന്നത് കേട്ടപ്പോ എസ് ഐ സംശയത്തോടെ അവളെ നോക്കി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്, ഞാൻ പറയാം. എസ് ഐ അവളുടെ വാക്കുകൾക്ക് കാതോർത്തു. വൈശാഖ് എന്റെ കോളേജിലാണ്, സെയിം ഇയർ. അവൻ അത്ര വെടിപ്പല്ല. ഞാനും അവനും മുമ്പ് ഒരു ഇഷ്യൂ ഉണ്ടായതാണ്. അന്ന് ഞാൻ അവനെ നന്നായി പെരുമാറിയത് കൊണ്ട് കുറെ ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് ഇന്നാണ് കോളേജിൽ വന്നത്. ഇന്ന് തന്നെ അവൻ എന്നോടുള്ള ദേഷ്യം തീർത്തത് എന്റെ കൂട്ടുകാരിയുടെ മേലാണ്. ജെനി പറഞ്ഞു നിർത്തിയപ്പോ എസ് ഐ അവളെ തന്നെ നോക്കി. അഞ്ജു പറഞ്ഞ കാര്യങ്ങളെല്ലാം ജെനി പോലീസിനോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ എസ് ഐയുടെ മുഖവും മുറുകി.
അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത കുറെ പന്ന മക്കളുണ്ട്. എത്ര കൊണ്ടാലും പഠിക്കില്ല. എന്റെ അഞ്ജുനെ തൊട്ട് അവന്റെ കൈ ഇനി ഉയരാൻ പാടില്ല. അവനിപ്പോ എവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. സാർ എന്റെ കൂടെ വരണം. എന്റെ വക അവനെ ഒന്ന് സ്നേഹിച്ചിട്ട് ഞാൻ സാറിന്റെ കൈ തരും. അവനെ പിന്നെ പൂട്ടേണ്ടത് സാറാണ്. കുറച്ച് കേസൊക്കെ അവന്റെ തലയിലേക്ക് വെച്ചു കൊടുത്ത് പൂട്ടാമോ സാറിന്? ജെനി എസ് ഐ നോക്കി ചോദിച്ചു. സമ്മതം. ചിരിച്ചുകൊണ്ട് എസ് ഐ പറഞ്ഞപ്പോ ജെനിയുടെ ചുണ്ടിൽ ക്രൂരമായ പുഞ്ചിരി വിരിഞ്ഞു. പക്ഷെ എന്റെയോ അഞ്ജുവിന്റെ പേര് വരാൻ പാടില്ല. നിങ്ങൾക്കൊരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ നമുക്ക് അവനെ പോയി പൊക്കാം. എസ് ഐ ഇരുന്നിടത്ത് നിന്നും എണീറ്റുകൊണ്ട് പറഞ്ഞു. ജെനിയും അയാളുടെ കൂടെ എണീറ്റു. അവൻ എവിടെയാ ഉണ്ടാവുക? കോളേജിന്റെ അപ്പുറത്ത് ഒരു പൊളിഞ്ഞ കെട്ടിടമുണ്ട്. പഴയ ഹോസ്റ്റലായിരുന്നു. അവനും അവന്റെ കൂട്ടുകാരും അവിടെ ഉണ്ടാവും. ജെനി പറഞ്ഞപ്പോ പി സി വണ്ടി കോളേജിലേക്ക് വിട്ടു.